അതുകൊണ്ട് തന്നെ ഈ യന്ത്രത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം പുനഃപരിശോധിക്കാൻ സാധിക്കുമോ എന്ന് അതിന്റെ ടെക്നിക്കൽ വിദഗ്ധരടക്കം എത്തി അത് പരിശോധിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഏതാണ്ട് 2 മണിക്കൂറുകളായി ഇതിന്റെ ശ്രമം, ഇത് വീണ്ടും പുനഃപ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടത്തുമായിരുന്നു. പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 5 പേരാണ് 150ഓളം അടി ഉയരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരവിടെ ആകാശ ഭക്ഷണശാല എന്ന ഒരു പുതിയ വിനോദ സംവിധാനത്തിൽ എത്തിയതാണ്, കുടുംബാംഗങ്ങളോടും എത്തിയതാണ്. 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്കൊപ്പം ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. 2 മണിക്കൂറോളം അവർ 150ഓളം അടി മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അജി, ഏതായാലും ഇപ്പോൾ അവരെ പുറത്തെടുക്കാനുള്ള, താഴേക്ക് എത്തിക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ നടത്തുന്നു. കൂടാതെ അവരെ മുകളിൽ വെച്ച് ശാന്തരാക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചു കുട്ടികളടക്കം മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. വലിയ ഭയപ്പാടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ ഏറ്റവും ശാന്തരാക്കി നിർത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ യന്ത്രം പുനഃപ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സും ആ സ്ഥാപനത്തിന്റെ ഉടമകളും അടക്കം ചെയ്തു വരുന്നത്. ഏതാണ്ട് 1.5 മാസത്തോളം മുമ്പാണ് ഈ സ്ഥാപനം ആനച്ചാലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആകാശ ഭക്ഷണശാല എന്ന പേരിൽ വലിയ തോതിൽ പ്രചാരം നേടിയ ഈ സ്ഥാപനം വലിയ നിരവധി വിനോദസഞ്ചാരികൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആകർഷിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഒരു സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ ചേർത്ത് വെക്കാമായിരുന്നു. ഒരു പുതിയൊരു വിനോദസഞ്ചാരത്തിന്റെ പുതിയൊരു രസക്കൂട്ടായിരുന്നു എന്ന് തന്നെയും പറയാം. ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൗതുകകരമായ ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് വലിയ ജനപ്രീതി നേടിയ ഒരു സംവിധാനമായിരുന്നു. അവിടെയാണ് ഈ നിലയിൽ വലിയ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടികളെ ഏറ്റവും വേഗത്തിൽ താഴെ ഇറക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുക. അതിനുള്ള ശ്രമങ്ങൾ അവിടെ ഫയർഫോഴ്സ് അംഗങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഉടമകളും അടക്കം ചേർന്ന് നിർവഹിച്ചു വരികയാണ്. അജി, 150 അടി ഉയരത്തിലാണ് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അത് അത്യന്തം പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. അത്രയും ഉയരത്തിലാണ് ഈ 1.5-2 വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബം കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്നത് തന്നെയാണ്. അത്രയും ഉയരത്തിൽ 150 അടി ഉയരമാണ് ഉള്ളത്. അത്രയും ഉയരത്തിലാണ് കുടുംബം കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 1.5 മാസം മുൻപാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനം ഇവിടെ ഈ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത്. വലിയ തലത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ഒരുപാട് ആളുകൾ കൗതുകത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കുടുംബങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു കൗതുകം കൊണ്ട് തന്നെ ഒരുപാട് പേർ ഇതിനെ ആശ്രയിക്കാറുണ്ട്. ഇന്ന് മലപ്പുറത്തു നിന്നെത്തിയ വിനോദസഞ്ചാര ടീമാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയും ഉണ്ട്. 2 മണിക്കൂറായി എന്നാണ് ആഷിക്ക് പറയുന്നത്. അവിടെ നിന്നും ആഷിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇടുക്കിയിൽ നിന്നും വരുന്നത്. ഇടുക്കി ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറായി അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 5 പേര് ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ആഷിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഷിക്ക് പറയുന്നതനുസരിച്ച് ഫയർഫോഴ്സ് അവിടേക്ക് പോകുകയും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ആശങ്കാജനകമായിട്ടുള്ളത് 150 അടി ഉയരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇനിയും അറിയേണ്ടത്. അത്രയും ഉയരത്തിൽ തന്നെ ഈ കുഞ്ഞിനെ അടക്കം എങ്ങനെ താഴേക്കിറക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ ക്രെയിനിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം അവിടെ നടക്കുന്നത്. വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിലാണ് വിനോദസഞ്ചാരികൾ കഴിഞ്ഞ 2 മണിക്കൂറായി കുടുങ്ങിക്കിടക്കുന്നത്. 150 അടി ഉയരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഒരുപാട് ആളുകൾ വരികയും ഇങ്ങനെ ഇത്തരത്തിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ആ ഘട്ടത്തിൽ ഒരു കൗതുകത്തിന് പോലും അവിടെ എത്തുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ എത്തിയ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആനച്ചാലിലെ ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്ഥാപനം. അങ്ങനെയാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നത്.